ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ല ഈ ചാനലിൽ. എന്ന് വെച്ചാൽ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. എന്ന് വെച്ചാൽ ഞാൻ പൊതുവെ ഇതിനകത്ത് വേറെ ഒന്നും ഇടാറില്ല. ലൈക്ക് വാട്ട് എയ്റ്റിൻ്റെ ഡേയിൽ മാത്രം ഉള്ളൊരു കുറച്ച് ഷോർട്സായിട്ട് മാത്രം ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ ലെങ്തി വീഡിയോ എന്താ ഇടുക എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു നല്ലൊരു സ്വീറ്റും എന്നാൽ ഹെൽത്തി ആയ ഒരു സംഭവമായിട്ട് തുടങ്ങാമെന്ന് വെച്ച് നിൽക്കുമായിരുന്നു. അപ്പം ആ ഒരു ഐഡിയ ഒക്കെ കിട്ടി. അപ്പം അങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഈ ചാനലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം കൂടുതൽ ഫുഡും അങ്ങനത്തെ ഇപ്പം ഞാൻ തൽക്കാലം വാട്ട് എയ്റ്റിന് വേണ്ടി മാത്രമാണ് ചെയ്തുകൊണ്ടുള്ളത്. പിന്നെയും കുറച്ച് വീഡിയോസ് അവിടെ ഇടയ്ക്ക് ആയിട്ടുണ്ട്. ഞാൻ ഇതിനായിട്ടും എഡിറ്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി മടിയായിട്ടാണ്. എന്ന് വെച്ചാൽ വേറൊരു ചാനലും കൂടി ഉണ്ട്. ആ ചാനൽ ആക്ച്വലി തുടങ്ങിയിട്ട് കുറേ ആയി. എനിക്ക് ഒരു 2 വർഷമൊക്കെ ആയി. അപ്പം അതിനകത്ത് വീഡിയോ പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഹസ്ബൻഡും കൂടെയുള്ള ഇതാണ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം, ഇത് എഡിറ്റ് ചെയ്യണം. പിന്നെ ഒരു അവസ്ഥ പുറത്ത് തുടക്കേണ്ടതായിരുന്നു. അതും വലിയ സംഭവം ആയിരുന്നില്ല. എന്തായാലും ഇത് എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അതിനകത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, വ്ളോഗ്, ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലെ കുക്കിംഗ് എല്ലാം ഉണ്ട്. അതിനകത്ത് ഒരു പാക്കേജാണ്. ഇത് ജസ്റ്റ് ഇങ്ങനത്തെ ഫുഡ് മാത്രം ആണ് എന്നുള്ളത് ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇതൊരു ലെങ്തി വീഡിയോ ആണ്. ബാക്കിയുള്ള ഷോർട്സ് അല്ല. ഷോർട്സ് എനിക്ക് തോന്നുന്നൊരു 30 ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1 മാസത്തോളമായി ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ലെങ്തി വീഡിയോ ഇടണമല്ലോ എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. റെസിപ്പി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് ഇഷ്ടമാണ്. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കുറേ സ്വീറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതുമല്ല. എന്നാലും കേക്ക്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ബിക്കോസ് അതൊന്നും ഹെൽത്ത് ഒന്നും മൈൻഡ് ചെയ്യാതെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് അതൊക്കെ ശ്രദ്ധിച്ച് എന്താ പറയുക, ഇത്ര കാലറി വേണം അല്ലെങ്കിൽ ഇത്ര സ്വീറ്റ്സ് ഒന്നും അധികം കഴിക്കാൻ പാടില്ല, ഇൻടേക്ക് നല്ലതല്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർക്ക് ബട്ട് അവർക്ക് ഇതേപോലത്തെ സാധനങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു ബ്രൗണിയാണ്, ചോക്ലേറ്റ് ബ്രൗണി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ അതൊന്ന് വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ്. എൻജോയ്. അതിന് തന്നെ എല്ലാം മിക്സ് ചെയ്യാൻ ഒരു പാത്രം വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പഴം ഇടുക. ഇതെനിക്ക് തോന്നുന്നു മറ്റേ പച്ച കളറിൽ കാണുന്ന ഒരു പഴമില്ല, ഇതിന് പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അത് ആക്ച്വലി ഞാൻ ആദ്യം 2 എടുത്തു. 2 ഇതുപോലെ ഒന്ന് ചതച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ബട്ട് അത് പോരാൻ തോന്നിയിട്ട് ഞാൻ ഒരു പഴം കൂടെ ആക്ച്വലി ആഡ് ചെയ്യുന്നുണ്ട്. ഫോർക്ക് വെച്ച് നന്നായിട്ട് ചതക്കുന്നുണ്ട്. അവസാനം ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇതിലേക്ക് ഓട്സ് ആഡ് ചെയ്യുക. ആക്ച്വലി ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് ഓട്സ് ഉണ്ട്. ഒന്ന് സാധാരണ ഓട്സും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന പോലത്തെ ഓട്സും, പിന്നെ മിക്സ്ഡ് ഗ്രെയിൻസ് ഒക്കെ ആയിട്ടുള്ള ഫ്ലാക്സീഡും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഓട്സും ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇതും പഴവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. എൻ്റെ അടുത്ത് ആക്ച്വലി 2 ഓട്സും ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്തത്. നിങ്ങളുടെ അടുത്ത് ഏതാ ഓട്സ് ഉള്ളതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്താൽ മതി. പഴത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും എൻ്റെ അടുത്ത് ആ ഒരു പഴമാണ് ഉണ്ടായത്, സോ ഞാൻ അത് യൂസ് ചെയ്തു. ഇപ്പോൾ ചെറിയ പഴമാണെങ്കിൽ ചെറിയ പഴം, ഇപ്പോൾ നേന്ത്രപ്പഴം ആണെങ്കിൽ നേന്ത്രപ്പഴം, ഏതാ അവൈലബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. മിക്സ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് കട്ടി തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് പാല് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി 2 ഇൻഗ്രീഡിയൻസ് കൂടെ മിക്സ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി ഓക്കെ ആണെങ്കിൽ പാൽ ആഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കൈക്കണക്ക് വെച്ചാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് അളവൊന്നും പറയുന്നില്ല. എൻ്റെ ആ ഒരു അളവ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത്ര എടുക്കണം അത്ര എടുക്കണം ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ചോക്ലേറ്റ് ബ്രൗണി ആണല്ലോ, അപ്പോൾ കുറച്ച് കൊക്കോ പൗഡറും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൊക്കോ പൗഡർ, പാല്, പഴം, ഓട്സ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇച്ചിരി ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറെ എക്സ്ട്രാ ഷുഗറോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. പഴത്തിൻ്റെ ആ ഒരു മധുരം അത് തന്നെ മതി നമുക്ക്. നെക്സ്റ്റ് ഒരു ട്രേയിലേക്ക് നമുക്കിത് പോർ ചെയ്യണം. ആക്ച്വലി ആ ട്രെയിനകത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പോർ ചെയ്ത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡും ഈക്വലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കണം. കാരണം കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയാണല്ലോ, കേക്കിനെ പോലെയല്ലോ, കുറച്ച് കട്ടിയാണല്ലോ ഇത്. അപ്പോൾ എല്ലാം ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം.
വെയിറ്റ് ബേക്ക് ചെയ്യാൻ വരട്ടെ. ആക്ച്വലി വീട്ടിൽ 2-3 ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് അതിൻ്റെ മുകളിൽ കിടക്കട്ടെ. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് ഹെൽത്തി കൈൻഡ് ഓഫ് ഫുഡല്ലേ ഉദ്ദേശിച്ചതെന്ന്. ഞാൻ ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇതിടുന്നത് യാതൊരു നിർബന്ധമില്ല, ചുമ്മാ ഒരു ഡെക്കറേഷൻ, കിടക്കട്ടെ. അപ്പോൾ അലങ്കോലപ്പണി കഴിഞ്ഞാൽ നേരെ ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മളുടെ ബ്രൗണി അങ്ങ് സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് കട്ട് ചെയ്യണമല്ലോ. ഈ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ ആക്ച്വലി എനിക്ക് കൊതിയാവുന്നുണ്ട്. ബിക്കോസ് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പീസ് പോലും ബാക്കിയില്ല. ബിക്കോസ് അത്ര പെട്ടെന്ന് ഈ സാധനം തീർന്നിരുന്നു. ഇനിയിപ്പോൾ ഇത് നോക്കി വെള്ളം ഇറക്കാനല്ലേ പറ്റൂ. പോട്ടെ, ഇനി നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഉണ്ടാക്കാം. അപ്പോൾ ദേ ഇങ്ങനെയാണ് നമ്മളുടെ ബ്രൗണി വന്നേക്കുന്നത്. സ്പാച്ചിൽ വെച്ച് എടുത്തുകൊണ്ടാണ് സൈഡിൽ ചെറിയൊരു വളം അവിടെ. ആരെയും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആദ്യത്തെ പീസ് ഞാൻ തന്നെ അങ്ങ് അകത്താക്കി. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അടിപൊളിയാണെന്ന്. ആക്ച്വലി ഞാൻ എന്നെ തന്നെ പുകഴ്ത്തിയതല്ല, സംഭവം ആക്ച്വലി കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലേറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി സുതുക്കി കൊടുക്കാൻ വേണ്ടി പ്ലേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തിയാണ്, സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. നമുക്കിനി സുധീയുടെ റിയാക്ഷൻ നോക്കാം. അത് ചോക്ലേറ്റ് ബ്രൗണി. ചുമ്മാ ഒരു സാധനം. ചോക്ലേറ്റ് ബ്രൗണി അത് സാധാരണ മൈദയിലും അങ്ങനത്തെ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. ഹെൽത്തി ഇത് എന്ന് വെച്ചാൽ ഡയറ്റും എല്ലാം, അതായത് ഹെൽത്തി സ്റ്റൈലിൽ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള കൈൻഡ് ഓഫ് ഒരു റെസിപ്പിയാണിത്. അങ്ങനെ താല്പര്യപ്പെടുന്നവർക്കുള്ള ഒരു കൈൻഡ് ഓഫ് കേക്കും ബ്രൗണിയാണിത്. ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ജെനുവിനായിട്ട് പറ. ഒരു മിനിറ്റ് രണ്ടെണ്ണം കൂടി കഴിച്ചിട്ട് പറഞ്ഞാൽ കേക്ക് കുറിക്കാം. നല്ലുണ്ട്. ഞാൻ കത്തി എടുത്തിട്ടെ കേക്ക് കുറിക്കട്ടെ. നിന്റെ നാവെടുക്ക്.